ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ഗതാഗത വകുപ്പ്. ടെസ്റ്റുകളുടെ എണ്ണം 40 ആക്കും. 15 വർഷം കാലാവധി പൂർത്തിയായ വാഹനം മാറ്റുന്നതിന് 6 മാസത്തെ സാവകാശം നൽകും. മാനസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, വിവരങ്ങൾ. കാവ്യ, കഴിഞ്ഞ ദിവസം മുതലായിരുന്നു ഡ്രൈവിംഗ് പരിഷ്കരണ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നത്. എന്നാൽ ഈ പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തുമ്പോൾ തന്നെ ടെസ്റ്റ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യവും ഒക്കെയായിരുന്നു ഇന്നലെയും അതോടൊപ്പം തന്നെ ഇന്നും കണ്ടിരുന്നത്. CITU ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി സർക്കുലർ കത്തിച്ചും അതോടൊപ്പം തന്നെ കഞ്ഞിവെച്ചുമൊക്കെയുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് കണ്ടത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ പറ്റില്ല എന്ന് തന്നെ സംഘടനകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഒന്നും തന്നെ സജ്ജീകരിക്കാതെ പുതിയ പരിഷ്കരണ രീതികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ചർച്ച ഉൾപ്പെടെ ഗതാഗത വകുപ്പുമായി കാര്യമായ ചർച്ച ഉൾപ്പെടെ നടത്തിയത്. അതിനൊടുവിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ച് ഗതാഗത വകുപ്പ് കരടിറക്കിയത്. കരടിന് മന്ത്രി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏതായാലും ടെസ്റ്റുകളുടെ എണ്ണം 40 ആക്കുമെന്നും വിദേശത്ത് പോകുന്നവരില്ലെങ്കിൽ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞവർക്ക് പരിഗണന നൽകുമെന്നും പുതിയ കരടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ 15 വർഷം കാലാവധി പൂർത്തിയായ വാഹനം മാറ്റുന്നതിന് 6 മാസത്തെ സാവകാശം നൽകുമെന്നും അതോടൊപ്പം തന്നെ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കാൻ 3 മാസത്തെ കാലാവധി നൽകും എന്നും വ്യക്തമാക്കുന്ന കരടാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഈ കരടിന് മന്ത്രി അംഗീകാരം നൽകിയിരിക്കുകയാണ്. പുതിയ സർക്കുലർ, ഈ പരിഷ്കരണത്തിൽ ഇളവ് പ്രഖ്യാപിച്ച പുതിയ സർക്കുലർ നാളെ പുറത്തിറക്കുമെന്നും ആണ് നിലവിൽ ലഭിക്കുന്ന വിവരം.